ുമായി ബന്ധപ്പെട്ട ഒരു രംഗം കാണുക. ചങ്ങനാശ്ശേരിയിലാണ് സംഭവം. അവിടെ ഒരു ദർഗയുണ്ട്, കറുത്ത തങ്ങൾ മക്ബറ എന്നാണ് അതിന്റെ പേര്. കറുത്ത തങ്ങൾ മക്ബറ, കൃത്യമായി അതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുക. കറുത്ത തങ്ങൾ മക്ബറ ചങ്ങനാശ്ശേരിയിലാണ് സംഭവം. അവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ഷെയ്ഖിന്റെ തങ്ങളുടെ ഏറ്റവും വലിയ കറാമത്തായി പറയപ്പെടുന്നത് അദ്ദേഹം ഒരിക്കൽ സിനിമ കാണാൻ പോയത്രേ. സിനിമ കാണാൻ സാധാരണ ആളുകൾ ടിക്കറ്റ് എടുത്തിട്ടാണ് പോയത്. പക്ഷെ ഇദ്ദേഹം ടിക്കറ്റ് എടുക്കാതെയാണ് പോയത്. ടിക്കറ്റ് എടുക്കാതെ സിനിമ കാണാൻ വേണ്ടി പോയ ഈ തങ്ങളെ ഉള്ളിൽ നിന്ന് പാറാവുകാർ കയ്യേറ്റം ചെയ്തു, പിടിച്ചു പുറത്താക്കി. ടാക്കീസിൽ നിന്ന് പിടിച്ചു പുറത്താക്കി. സംഭവം അദ്ദേഹത്തെ പുറത്താക്കി. തങ്ങൾക്കെതിരെയല്ലേ കൈ ഉയർത്തിയത്? സിനിമ തലതിരിഞ്ഞോടാൻ തുടങ്ങി. ടാക്കീസിലോടുന്ന സിനിമ തലതിരിഞ്ഞോടാൻ തുടങ്ങി. എന്നാലോചിച്ച് നോക്കിയ ഓടുന്ന രംഗം, ഒരു ദൃശ്യം. നേരെ ചൊവ്വ നടക്കുന്നതിന് പകരം തലതിരിഞ്ഞ് നടക്കുന്ന രൂപം. സിനിമ ടിക്കറ്റ് എടുക്കാതെ സിനിമ കാണാൻ വേണ്ടി പോയ ഈ തങ്ങളെ പിടിച്ചു പുറത്താക്കിയതിന്റെ പേരിൽ കുരുത്തക്കേടാണ്. സിനിമ തലതിരിഞ്ഞോടാൻ തുടങ്ങി. ബന്ധപ്പെട്ട ആളുകൾ യന്ത്രസാമഗ്രികൾ വളരെ കൃത്യമായി പരിശോധിച്ചു. എവിടെയും തകരാറ് കാണുന്നില്ല. ഒക്കെയും ശരിയായിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ പറഞ്ഞു, ഇങ്ങനെ ഒരു തങ്ങൾ വന്നിരുന്നു സിനിമ കാണാൻ, അദ്ദേഹം ടിക്കറ്റ് എടുക്കാതെയാണ് വന്നത്, ഞങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പുറത്താക്കി. ഉടനെ ബന്ധപ്പെട്ട ആളുകൾ, ടാക്കീസുമായി ബന്ധപ്പെട്ട ആളുകൾ തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തു. തങ്ങൾ മാപ്പ് കൊടുത്തു. അപ്പോഴാണ് പോലും സിനിമ നേരെ ഓടിയത്. ഇത് ചങ്ങനാശ്ശേരിയിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന കറുത്ത തങ്ങൾ മക്ബറ. ആ തങ്ങളുടെ ഒരു കറാമത്തായി ധാരാ പറയുന്നത് ഞാൻ പറഞ്ഞതല്ല. ഇതേ ആ നാട്ടുകാരനും ആ കമ്മിറ്റിയിലെ ഒരു പ്രഗത്ഭ സാന്നിധ്യവുമായ ഒരു മനുഷ്യന്റെ അഭിപ്രായം ഈ വിഷയത്തിൽ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. അടിച്ച് കറുത്തിട്ടാണ് മുടിയൊക്കെ വളർത്തിയിട്ട് മുടിയെ സമയത്ത് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവകാരണം വളരെ അങ്ങനെയാണ് ഈ കർത്തടങ്ങൾ പേര്. അതുപോലെ സിനിമ പുള്ളിക്കൊരു ഹോബിയായി. സിനിമ വായിച്ചു ഹോബി പോരുക, കാശ് കൊടുത്ത് കയറും. ഇപ്പൊ വെറുതെ കൂട്ടെടുത്തില്ല. ഈ കാലിന്റെ സ്ഥലത്തും എല്ലാം കൊണ്ട് ചെറിയ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി. ചിലപ്പോൾ ഈ കൂടി ഒരിക്കലും അങ്ങനെ ആ തിയേറ്ററിന്റെ ഉടമസ്ഥനെ പറ്റി തങ്ങളെ പറ്റി നല്ലപോലെ അറിയാൻ ഇല്ലാത്ത ദിവസം ആരേണ്ടത് പറഞ്ഞ് ഇങ്ങനെ വെള്ളം ഉണ്ടാക്കി തങ്ങളെ ഇറക്കി. അന്നേരം ഒരു പടം തിരിഞ്ഞു വന്നവൻ തിരിഞ്ഞ് ഇവിടെ അവന് തങ്ങളെ ഈ മുകളിൽ പിന്നെ ആരോ പറഞ്ഞ് തങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെ തിയേറ്റർ ഉടമ വന്ന് തങ്ങളെ വിളിച്ചാൽ പൊക്കൊന്ന് തുടങ്ങി. പടം ശരിയായിട്ട് ഓടി എന്നുള്ള ചരിത്രമുണ്ട്. തങ്ങൾ പിന്നീട് ചെന്നൈയിൽ അങ്ങോട്ട് ചെയ്തില്ല, പോയില്ല. ഇവിടെ നീ പൊക്കോളം പറഞ്ഞു അവിടെ ശരിയായി അറിയാവുന്നതിനൊക്കെ പിടിച്ച് നിർത്തുന്ന ഒരു വാർത്ത കണ്ട് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട്. കറാമത്ത് എങ്ങനെയുണ്ട്? സിനിമ തിരിച്ചുവിട്ടു, തല തിരിച്ചുവിട്ടു, കാണാൻ പോയി ടിക്കറ്റ് എടുക്കാതെ. ഇതൊക്കെയാണ് കറാമത്തായി. ഇത്തരം കറാമത്തുകൾ ഇസ്ലാമിന്റെ പേരിൽ കടത്തിക്കൂട്ടാൻ ഇവിടെ ആരെയും ഞങ്ങൾ അനുവദിക്കില്ല. പ്രമാണത്തിന്റെ പിൻബലം ഒന്ന്